അപ്പോൾ ഒരുപാട് വാർത്തകൾ നിറഞ്ഞ ഒരു ദിവസത്തിന്റെ ഉച്ചവാർത്താ യാത്രയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ് പെട്ടെന്ന്. അതിഷി ഡൽഹി മുഖ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭാംഗം അതിഷി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളാണ് അതിഷി മെർലിനയുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്യും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നിർണായക രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ തുടങ്ങിയ ചർച്ചകൾക്ക് ഇന്ന് പരിസമാപ്തി. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഇന്ന് രാവിലെ 11-ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് കെജ്രിവാളിന് പകരം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. മന്ത്രി അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി യോഗം ഐക്യകണ്ഠമായി തെരഞ്ഞെടുത്തതായി ഗോപാൽ റായ് അറിയിച്ചു. दिल्ली के अगले चुनाव तक मुख्यमंत्री की जिम्मेदारी सर्वसम्मति से आतिशी जी को दी गई है. ജനങ്ങളുടെ കോടതിയിൽ പോകാനാണ് കെജ്രിവാളിന്റെ തീരുമാനമെന്നും ഗോപാൽ റായ്. ഇന്ന് വൈകിട്ട് 4:30-ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് കെജ്രിവാൾ രാജി നൽകും. പിന്നാലെ അതിഷിയെ നേതാവായി തെരഞ്ഞെടുത്തത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ആം ആദ്മി പാർട്ടിയിലെ കരുത്തുറ്റ വനിതാ നേതാവ് അതിഷി മെർലേന. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹി ഭരിക്കുന്ന വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി. വിനീത വിജി, 24 ഡൽഹി. ഡൽഹിയിൽ നിന്ന് വിനിത വിജയായിരുന്നു. വിനിത, സുനിത കെജ്രിവാളിന്റെ പേര് കേട്ടു, അതിഷി മെർലിനയുടെ പേര് കേട്ടു, സൗരവ് ഭർദ്വാജിന്റെ പേര് കേട്ടു, അജയ് റായുടെ പേര് ഇവർ കേട്ടെങ്കിൽ കൂടിയും അതിഷിക്ക് തന്നെയായിരുന്നു എല്ലാ സമയവും ആ പേരുകളിൽ എന്താണ് മുൻതൂക്കം. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ എപ്പോൾ കാണും ഇനി വിനീത? ഹഷ്മി, അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നത് സംബന്ധിച്ച ഇനിയും നമുക്ക് അറിയിപ്പൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ അതേസമയം അതിഷി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ, അതിഷിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ മാധ്യമങ്ങളെ കാണുകയാണ്. ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാവും അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി എന്ന ചോദ്യത്തിൽ 6 പേരുടെ പേരുകളാണ് പ്രഥമ പട്ടികയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് അതിഷിയുടെ പേര് തന്നെയായിരുന്നു. കാരണം ഈ മന്ത്രിസഭയടക്കം കെജ്രിവാൾ പ്രതിസന്ധിയിലായപ്പോൾ ഏറ്റവും സൂക്ഷ്മമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതിഷി തന്നെയായിരുന്നു. കാരണം ആ സമയത്തും ഡൽഹിയിൽ ഭരണപ്രതിസന്ധി അടക്കമുണ്ടായിരുന്നു. പക്ഷേ ആ ഭരണപ്രതിസന്ധി ഒരു ഭരണ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാത്ത തരത്തിൽ അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കെജ്രിവാളിന്റെ അഭാവത്തിൽ വളരെ കൃത്യമായി ഈ നടപടിക്രമങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ അതിഷിയെ തന്നെയാണ്, കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഇങ്ങനൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ കെജ്രിവാളിനോട് മറ്റു നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് കെജ്രിവാൾ തന്നെ അതിഷിയുടെ പേര് പറയുന്നത്. പിന്നാലെ എല്ലാവരും ഐക്യകണ്ഠമായി ആ പേരിനെ പിന്തുണയ്ക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ അതിഷിക്ക് തന്നെയായിരുന്നു ആ പട്ടികയിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. പിന്നാലെ സുനിത കെജ്രിവാളിന്റെ പേരും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു കുടുംബ വാഴ്ചയിലേക്കടക്കം ഒരു ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇടപെട്ടുകൊണ്ട് സുനിത കെജ്രിവാളിന്റെ പേര് അതിൽ നിന്ന് ഒരു വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി. ഒപ്പം സുനിത കെജ്രിവാളും അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ ചില സുപ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളൊക്കെയാണ് കേട്ടത്. മനീഷ് സിസോദിയയ്ക്ക് പകരക്കാരനായി എത്തിയ സൗരഭ് ഭരദ്വാജ്, മുതിർന്ന നേതാവായ അങ്ങനെയുള്ള ചില ആളുകളുടെ, ഗോപാൽ റായ് തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ തന്നെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പോലും ഏറ്റവും ഒരു പ്രഥമ പരിഗണന എന്ന തരത്തിൽ വന്നത് അതിഷിയുടെ പേര് തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും നേതാക്കൾ 11-അംഗ സമിതിയിൽ കൂടുതൽ നേതാക്കളും അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞതും അതിഷിയുടെ പേര് തന്നെയായിരുന്നു. 14ഓളം വകുപ്പുകൾ അതിഷി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ അന്ന് ഈ പതാക ഉയർത്താൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ തീരുമാനിച്ചതും അതിഷിയുടെ പേര് തന്നെയായിരുന്നു. അന്ന് തന്നെ തന്റെ പിൻഗാമി അതിഷി എന്ന തരത്തിൽ ഒരു തീരുമാനം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം തന്നെയാണ് ഇങ്ങനെയൊരു നിർണായക ഘട്ടം വന്നപ്പോഴും അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇങ്ങനെ മുഖ്യമന്ത്രിമാർ, ഹേമന്ത് സോറന്റെ ഒക്കെ വിഷയം നമുക്ക് മുൻപിലുണ്ട്. അതൊക്കെ പിന്നീട് ഒരു രാഷ്ട്രീയ പോരിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുകയും അത് BJP അതിനെ ഒരു തന്ത്രപരമായി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഡൽഹിയിൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയ്ക്ക് പോലും വഴി തുറന്നു കൊടുക്കരുത് എന്നൊരു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ചിന്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത, തന്റെ അഭാവത്തിൽ വളരെ കൃത്യമായി ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ച, ഭരണകാര്യങ്ങളെ മുന്നോട്ട് നയിച്ച അതിഷിയെ
മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. അല്പസമയത്തിനകം അതിഷി എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാ ഇപ്പോൾ നേതാക്കൾ മുഖ്യമന്ത്രിയാണ്. അല്പസമയത്തിനകം അതിഷി മാധ്യമങ്ങളോട് സംസാരിക്കും. ആ സമയത്തേക്ക് വീണ്ടും നമുക്ക് വിനിതയിലേക്കും അതിഷിയിലേക്കും എത്തുകയും ചെയ്യാം. എന്തായാലും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ശേഷം അതിഷി മർലേന എത്തിയിരിക്കുന്നു. അതിഷി മർലേന മാധ്യമങ്ങളോട് അല്പസമയത്തിനകം സംസാരിക്കുമെന്ന് പറഞ്ഞു നേരത്തെ. ഗോപാൽ റായ് അടക്കമുള്ളവർ गोपाल राय के पवाना दिशी मरलेना एത്തിയിരിക്കുന്നത്. आम आदमी पार्टी के नेता मेरे गुरु अरविंद केजरीवाल जी का धन्यवाद करना चाहती हूं, जिन्होंने मुझे इतनी बड़ी जिम्मेदारी दी और इस जिम्मेदारी के लिए मुझ पे भरोसा किया. ये सिर्फ आम आदमी पार्टी में हो सकता है, अरविंद केजरीवाल जी के नेतृत्व में हो सकता है कि एक फर्स्ट टाइम पॉलिटिशियन एक राज्य की मुख्यमंत्री बने. मैं एक सामान्य परिवार से आती हूं. शायद किसी और पार्टी में होती तो चुनाव की टिकट भी नहीं मिलती, लेकिन अरविंद केजरीवाल जी ने मुझ पे भरोसा किया, मुझे विधायक बनाया, मुझे मंत्री बनाया और आज मुख्यमंत्री बनने की जिम्मेदारी दी है. मैं खुश हूं कि अरविंद केजरीवाल जी ने मुझ पे इतना भरोसा किया है. लेकिन जितना सुख आज मेरे मन में है, आज उससे बहुत ज़्यादा दुख भी मेरे मन में है. दुख इसलिए कि दिल्ली के लोकप्रिय मुख्यमंत्री मेरे बड़े भाई अरविंद केजरीवाल जी आज इस्तीफा दे रहे हैं. मैं आज ये ज़रूर कहना चाहती हूँ आम आदमी पार्टी के सभी विधायकों की तरफ से, दिल्ली की 2 करोड़ जनता की तरफ से, कि दिल्ली का एक ही मुख्यमंत्री है और उस मुख्यमंत्री का नाम अरविंद केजरीवाल है. भारतीय जनता पार्टी ने पिछले 2 साल से अरविंद केजरीवाल जी को परेशान करने की, उनके खिलाफ षड्यंत्र रचने की कोई कसर नहीं छोड़ी. एक ऐसा आदमी जो अपनी IRS कमिश्नर की नौकरी ठुकरा सकता था, एक ऐसा आदमी जो एक नई पॉलिटिकल पार्टी से पहली बार चुनाव लड़के मुख्यमंत्री पद से इस्तीफा दे सकता था, ऐसे आदमी पर, ऐसे ईमानदार आदमी पर भारतीय जनता पार्टी ने भ्रष्टाचार के आरोप लगाए, झूठे केस किए, फर्जी केस किए, अपनी एजेंसीज ED को, CBI को उनके पीछे छोड़ दिया, उनको झूठे मुकदमे में 6 महीने तक जेल में रखा. आखिरकार सुप्रीम कोर्ट ने उन्हें जमानत दी और सुप्रीम कोर्ट ने सिर्फ उनको जमानत नहीं दी, सुप्रीम कोर्ट ने केंद्र सरकार के मुंह पे तमाचा मारा, उनकी एजेंसीज के मुंह पे तमाचा मारा. उन्हें कहा कि इनकी एजेंसीज, केंद्र सरकार की एजेंसीज एक पिंजरे में कैद तोते की तरह हैं और अरविंद केजरीवाल जी की गिरफ्तारी गलत थी. अगर अरविंद केजरीवाल जी की जगह कोई और मुख्यमंत्री होता, कोई और नेता होता, तो वो 2 मिनट नहीं सोचता मुख्यमंत्री की कुर्सी पे बैठने के बारे में. लेकिन अरविंद केजरीवाल जी ने वो किया जो आज तक इस देश का इतिहास तो छोड़िए, शायद दुनिया के इतिहास में किसी नेता ने ना किया हो. उन्होंने कहा कि मेरे लिए सिर्फ सुप्रीम कोर्ट का फैसला काफ़ी नहीं है, मैं जनता की अदालत में जाऊंगा. जब दिल्ली की जनता मुझे कहेगी कि हम तुम्हें मुख्यमंत्री के रूप में देखना चाहते हैं, जब दिल्ली की जनता कहेगी कि तुम ईमानदार हो, तब मैं मुख्यमंत्री की कुर्सी पे बैठूंगा. मुझे नहीं लगता कि हमें लोकतंत्र के इतिहास में ഗുരുവായ തന്റെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കും എന്നൊക്കെ പറയുകയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അതിഷി മർലേന. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മർലേന എന്ന സർനെയിം അവർ ഉപയോഗിക്കാറില്ല. അതിന് കാരണം മർലേന എന്ന് പറഞ്ഞാൽ അവരുടെ പിതാവ് മാർക്സ് ലെനിൻ എന്ന 2 പേരുടെ പേരുകൾ ചേർത്തിട്ട പേരാണ് മർലേന. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിഷി എന്ന് മാത്രമേ അതിഷി ഉപയോഗിക്കാറ്. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്ക് ആശംസകൾ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനും സിസോദിയയ്ക്കും ശേഷം ആം ആദ്മി പാർട്ടിയുടെ മുഖമാണിപ്പോൾ അതിഷി. അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായ അതിഷിക്ക് നിലവിൽ 14 വകുപ്പുകളുടെ ചുമതലയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത് എന്നിവർക്ക് ശേഷം ഡൽഹി ഭരിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി 43-കാരിയായ അതിഷി. മാർക്സിനോടും ലെനിനോടുമുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഡൽഹി സർവകലാശാലയിലെ അധ്യാപക ദമ്പതികൾ മകൾക്ക് പേരിട്ടത് അതിഷി മർലേന സിംഗ് എന്ന്. കുടുംബപേരുകൾ പഞ്ചാബിൽ. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും,
2013 ആം ആദ്മി പാർട്ടിയുടെ നയരൂപീകരണത്തിൽ അതിഷിയും പങ്കാളിയായി. 2019 ഈസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് പോരും. എന്നാൽ 3ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത വർഷം കൽക്കാജി മണ്ഡലത്തിൽ BJPയുടെ ധരംബീർ സിംഗിനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക്. ഈ സമയത്താണ് തന്റെ പേരിൽ നിന്ന് മർലേന സിംഗ് എന്നത് അതിഷി ഒഴിവാക്കിയത്. സർക്കാരിന്റെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങളുടെ പിന്നിലെ ബുദ്ധി അതിഷിയായിരുന്നു. പിന്നീട് അഴിമതി ആരോപണത്തിൽ മനീഷ് സിസോദിയയും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സത്യേന്ദർ ജെയിനും രാജിവെച്ചതിനെ തുടർന്ന് അതിഷിയും മന്ത്രിസഭയിലെത്തി. AAP മന്ത്രിസഭയിലെ ആദ്യ വനിതാ അംഗത്തിന് ചുമതലകളേറെയായിരുന്നു. വിദ്യാഭ്യാസവും ധനവും അടക്കം 14 വകുപ്പുകൾ. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ പ്രധാന നേതാക്കൾ ജയിലിലായപ്പോൾ സർക്കാരിന്റെയും പാർട്ടിയുടെയും മുഖമായി ഈ 43കാരി മാറി. ഡൽഹിയിൽ സ്മൃതി ഇറാനിക്ക് പ്രധാന ചുമതലകൾ BJP നൽകിയ സാഹചര്യത്തിൽ അതിഷിയിലൂടെ മറുപടി നൽകുക എന്ന ലക്ഷ്യവും ആം ആദ്മി പാർട്ടിക്കുണ്ട്. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഷാർപ്പായ ലക്ഷ്യങ്ങളോടെയാണ് ഡൽഹി സർക്കാരിന്റെ മുഖമായി ഒരു വനിതയെ ആം ആദ്മി പാർട്ടി അവതരിപ്പിക്കുന്നത്. 26 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ ഭരണം പിടിക്കാൻ BJPയും 12 വർഷത്തിനു ശേഷം കോൺഗ്രസും ഒരുക്കുന്ന തന്ത്രങ്ങൾ രാഷ്ട്രീയ കൗതുകമാകും. ഒരമ്പ് പല ലക്ഷ്യം. അതിഷി ഡൽഹിയിൽ സർക്കാരിന്റെ മുഖമാകുന്നതിലൂടെ അരവിന്ദ് കെജ്രിവാൾ ഒരേ സമയം ലക്ഷ്യമിട്ടത് പല കാര്യങ്ങൾ. ജയിലിലായപ്പോൾ പാർട്ടിയെ നയിക്കാൻ സുനിത കെജ്രിവാൾ വരുമെന്ന ഊഹാപോഹങ്ങൾ കുടുംബാധിപത്യമെന്ന വിമർശനത്തിലാണെത്തിയത്. അതിഷിയിലൂടെ ആ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചു. കുടുംബാധിപത്യം ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്ന സന്ദേശം വനിതാ മുഖത്തെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ഇനി എതിരാളികൾക്കും നേതാവാരെന്ന് വ്യക്തമാക്കേണ്ടി വരും. BJP ഡൽഹിയിൽ പരീക്ഷിച്ച വനിതകളിൽ സുഷമ സ്വരാജ് മാത്രമാണ് മുഖ്യമന്ത്രിയായത്. കിരൺ ബേദിക്കും മീനാക്ഷി ലേഖിക്കും ശേഷം ബാൻസുരി സ്വരാജാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ BJP മുഖം. സ്മൃതി ഇറാനിയെ ഡൽഹിയിൽ പരീക്ഷിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്ന സമയവുമാണിത്. ഷീല ദീക്ഷിത്തിനു ശേഷം കോൺഗ്രസിനാകട്ടെ ഡൽഹിയിൽ ഉയർത്തിക്കാട്ടാൻ തലപ്പൊക്കമുള്ള മുഖമേയില്ല. തനിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ജനങ്ങളുടെ കോടതി തീരുമാനിക്കട്ടെ എന്ന് കെജ്രിവാൾ പറയുന്നു. ജനവിധി തേടി മടങ്ങിയെത്തിയാൽ ആരോപണങ്ങൾ പഴങ്കഥയാകുമെന്നറിഞ്ഞാണ് ഈ നീക്കം. അപ്പോഴും ബാക്കിയുള്ള വെല്ലുവിളി പാർട്ടിയെ ഒന്നിച്ചു നിർത്തുക എന്നതാണ്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മടങ്ങിയെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ BJPയിൽ എത്തിയതുപോലുള്ള പ്രതിസന്ധിയും മുന്നിൽ കാണണം. പൊളിറ്റിക്കൽ ഡെസ്ക് 24. വലിയ ചൊല്ലിയിൽ പറയുകയായിരുന്നു അതിഷി മർലേനയ്ക്ക് അതിഷിക്ക് അഭിവാദ്യങ്ങളെന്ന് പറയുകയായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിഷിക്ക് ആശംസകൾ അറിയിക്കുന്നു. നമ്മളോട് പറഞ്ഞ അതിഷി കേൾക്കുമെന്നറിയില്ല. എന്തായാലും അതിഷിക്ക് നമ്മുടെ പ്രേക്ഷകരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസിന്റെ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ. പ്രധാന പ്രതിയായ നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥന് വിചാരണ ചെയ്തത് 87 ദിവസമാണ്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്ന വാദത്തിന് പരിഗണന നൽകിയേ മതിയാകൂ എന്ന സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചു. ഇത് എന്തുതരം വിചാരണയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും നടപടികൾ അനന്തമായി നീളാൻ കാരണക്കാരായതായും സുപ്രീം കോടതി വ്യക്തമാക്കി. കുറ്റാരോപിതനെതിരെ മുൻവിധികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ജാമ്യം അനുവദിക്കുകയാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമുണ്ടായേക്കുമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയേക്കും. ഇക്കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി വിചാരണ കോടതിക്ക് ശക്തമായ വ്യവസ്ഥകൾ ജാമ്യത്തിന് ഏർപ്പെടുത്താമെന്നറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി കസ്റ്റഡിയിലും ജയിലിലുമായി കഴിയുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. വിചാരണ കോടതിയോടും പ്രോസിക്യൂഷനോടും എന്തുതരം വിചാരണയാണ് എന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ചോദിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം അസാധാരണമാണ്. 2-3 തവണ ഡെഡ് ലൈൻ കൊടുത്താണ് വിചാരണ പൂർത്തിയാക്കാൻ. അതിലൊന്നും ഒരു ഡെഡ് ലൈനും പാലിക്കപ്പെട്ടില്ല. അപ്പോൾ അതിന് തുടർ ചർച്ചകൾ എന്തായാലും ഉണ്ടാകുമല്ലോ. ഭൈരവൻ കണ്ണൂർ പറയുകയാണ്, മുഖ്യമന്ത്രിയോടും ആളുടെ ആശയങ്ങളോടും എതിർപ്പുള്ളവരുണ്ടാകാം.
ആ വിമർശനങ്ങൾ വേറെ നടത്തണം. ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട് ഉറ്റവരും കിടക്കപ്പായ നഷ്ടമായ ജീവിതം തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ ചെലവിലാകരുത് എന്ന് പറഞ്ഞാൽ വയനാടിന് ഏതെങ്കിലും തരത്തിൽ കിട്ടാൻ സഹായത്തിന് അള്ളുവെക്കുന്ന ഒരു പരിപാടിക്കുമില്ല ഭൈരവന് പിന്തുണ. തന്നിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കെജ്രിവാൾ നന്ദി എന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടിയിലല്ലാതെ മറ്റൊരു പാർട്ടിയിലും ഇത് സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ വരുന്ന വ്യക്തി എന്നൊക്കെ അതിശി പറയുന്നുണ്ട്. കെജ്രിവാളിൻ്റെ രാജി അറിഞ്ഞ് ജനം കരയുകയാണെന്നൊക്കെ അതിശി പറയുന്നുണ്ട്. അത്രത്തോളം ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും വി കെ പ്രകാശിൻ്റെ മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്ന് തോന്നുന്നു. സത്യം തെളിയുമെന്ന് പറയുന്നു. നിയമപ്രകാരം മുന്നോട്ട് പോകുമെന്നും വി കെ പ്രകാശ് പറയുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയുകയുമാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് മലപ്പുറം അതീവ ജാഗ്രതയിൽ. മലപ്പുറത്ത് നിപ്പ രോഗലക്ഷണം കാണിച്ച 13 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വന്നത്. സമ്പർക്ക പട്ടികയിൽ 26 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇവർക്ക് പ്രതിരോധ മരുന്ന് നൽകുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നു. നിപ്പ ബാധയേറ്റു മരിച്ച 23കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള 13 പേർക്കായിരുന്നു രോഗലക്ഷണങ്ങൾ കാണിച്ചത്. ഇതിൽ 10 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചു തന്നെ നടത്തിയ സ്രവ പരിശോധനയിലാണ് 13 പേരുടെയും ഫലം നെഗറ്റീവായിരിക്കുന്നത്. മരിച്ച രോഗിയിൽ നിന്ന് വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ 8 മുതൽ 10 ദിവസങ്ങൾക്കിടയിലാണ് തീവ്ര രോഗലക്ഷണങ്ങൾ കാണിക്കുക. സമ്പർക്കത്തിലുള്ള 104 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുണ്ടെങ്കിലും ഹയസ്റ്റ് റിസ്ക് കാറ്റഗറിയായി ഇതിൽ 26 പേരെ ആരോഗ്യവകുപ്പ് വേർതിരിച്ചു. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. അതിനുശേഷം ഇന്ന് ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതായത് ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് 26 പേരെയാണ്. ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിപ ബാധിച്ച പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിൽ ഫീവർ സർവേ ഇന്നും പുരോഗമിക്കുകയാണ്. സമ്പർക്കത്തിലുള്ള ഒരാൾക്ക് പനിയുള്ളതായി ഇന്നലെ സർവേയിൽ കണ്ടെത്തിയിരുന്നു. റിസ്ക് കാറ്റഗറിയിലുള്ള കൂടുതൽ ആളുകളുടെ സാമ്പിളുകൾ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ലാബിൽ പരിശോധിക്കും. 24 മലപ്പുറം. മലപ്പുറത്ത് എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുബായിൽ നിന്നെത്തിയ എടവണ്ണ ഒതായി സ്വദേശിക്കാണ് രോഗലക്ഷണങ്ങൾ. സാമ്പിളുകൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചു. കഴിഞ്ഞയാഴ്ച ദുബായിൽ നിന്നെത്തിയ ഒതായി സ്വദേശിയായ 38കാരനാണ് എംപോക്സ് രോഗലക്ഷണങ്ങളുള്ളത്. ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ കുമിളകളും ഉണ്ടായിരുന്നു. ഈ രോഗലക്ഷണങ്ങൾ കണ്ടതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത്. പ്രത്യേക ടോയ്ലറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു. രാജ്യത്ത് ഡൽഹിയിൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും എംപോക്സ് പടരും. വൈറസ് സ്ഥിരീകരിച്ച 100-ലധികം രാജ്യങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 24 മലപ്പുറം. ഓരോ ദിവസം ഓരോ പനിയെപ്പറ്റി കേൾക്കുകയാണ്, ഓരോ വ്യാധികളെപ്പറ്റി കേൾക്കുകയാണ്. വല്ലാത്ത കാലവുമാണ്. സൂക്ഷിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതിനിടയിൽ എന്താണ് ഈ എംപോക്സ് എന്നറിയണം. എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സ എങ്ങനെയാണ്? പ്രജിൻസി കണ്ണം പറയും. 1958 ഡെൻമാർക്കിൽ പരീക്ഷണങ്ങൾക്കായുള്ള കുരങ്ങുകളിലാണ് മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത്. 1970 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയിലാണ് ആദ്യമായി രോഗം മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വസൂരിക്ക് കാരണമാകുന്ന ഓർത്തോപോക്സ് വൈറസ് ജനസിൽപ്പെട്ടതാണ് മങ്കി പോക്സ് വൈറസ്. ക്ലേഡ് 1, ക്ലേഡ് 2 എന്നിങ്ങനെ 2 വകഭേദങ്ങളാണ് ഈ വൈറസിനുള്ളത്. വൈറസ് ബാധയുണ്ടായാൽ 1 മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. കടുത്ത പനി, പേശീവേദന, ലിംഫ് നോഡുകളിലെ വീക്കം, തലവേദന, ത്വക്കിൽ പഴുപ്പും ചൊറിച്ചിലും വേദനയുമുള്ള കുമിളകൾ, തടിപ്പുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. അണുബാധിതരായവരുമായോ രോഗം ബാധിച്ച മൃഗങ്ങളുമായോ ഉള്ള ശാരീരിക സമ്പർക്കത്തിലൂടെ ഈ രോഗം പകരാം. കുരങ്ങ് മാത്രമല്ല, എലി, അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരും. വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സയില്ല എന്നോർക്കുക. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക, രോഗം മൂലമുള്ള സങ്കീർണതകൾ കൈകാര്യം ചെയ്യുക എന്നതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. എംപോക്സ് ലക്ഷണങ്ങൾ ഉള്ളയാളെ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും നിരീക്ഷണത്തിൽ വയ്ക്കുകയും വേണം.
എംപോക്സ് ബാധിതനാണെങ്കിൽ വ്രണങ്ങളും തടിപ്പുകളും പൂർണ്ണമായും ഇല്ലാതാകും വരെ മറ്റുള്ളവരിൽ നിന്നും അകൽച്ച പാലിക്കണം. രോഗം ഭേദമാകാൻ 2 മുതൽ 4 ആഴ്ച വരെ സമയമെടുത്തേക്കും. എംപോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള വാക്സിനുകളുണ്ട്. MVABN, LC16, ACAM 2000 എന്നീ 3 വാക്സിനുകളാണ് എംപോക്സിനെതിരെ WHO ശുപാർശ ചെയ്യുന്നത്. എംപോക്സ് ഉള്ള ആളുമായി സമ്പർക്കം പുലർത്തിയാൽ 4 ദിവസത്തിനുള്ളിൽ വാക്സിൻ നൽകണം. 2022 ക്ലേഡ് 2B വൈറസ് വകഭേദമാണ് രോഗവ്യാപനത്തിന് കാരണമായതെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യാപനശേഷിയുള്ള ക്ലേഡ് 1B വകഭേദമാണ് വ്യാപിക്കുന്നത്. ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത പഴയ വകഭേദത്തിനേക്കാൾ 10% കൂടുതലുമാണ്. വീരാൻ ബി കെ യോഗിക്കുന്നു. കേന്ദ്രത്തോട് സഹായം ചോദിക്കുമ്പോൾ സത്യമായ കണക്കല്ലേ ബോധിപ്പിക്കേണ്ടത്? ഇപ്പോൾ കൊടുത്ത കണക്ക് കണ്ടാൽ തട്ടിപ്പാണെന്ന് തോന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു വീടിന് ഒരു പൂർണ്ണമായി തകർന്ന വീടിന് ഈ പറഞ്ഞ ഗൈഡ് ലൈൻ പ്രകാരം കിട്ടുന്നത് 1,30,000 രൂപയാണ്. അതുകൊണ്ട് ഒരു വീട് വെക്കാൻ പറ്റുമോ? അതുപോലെ റോഡ് നിർമ്മാണത്തിന് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ 2 ലക്ഷം രൂപയാണ് കിട്ടുക ഈ ഗൈഡ് ലൈൻ പ്രകാരം. അതുകൊണ്ട് സ്കൂൾ വെക്കാൻ പറ്റുമോ? പറയുമ്പോൾ എല്ലാം പറയണം അല്ലേ? വെൽക്കം ബായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചെലവ് പെരുപ്പിച്ച് കാണിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് UDF. കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ വലിയ വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നിന്ന സന്നദ്ധ പ്രവർത്തകരുടെ അധ്വാനത്തെ സർക്കാർ മുതലെടുക്കുന്നു എന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. പുറത്തുവന്നത് അധിക സഹായം ആവശ്യപ്പെട്ടുള്ള കണക്കെന്ന സർക്കാർ വാദം പ്രതിപക്ഷം തള്ളി. സൗജന്യമായി നൽകിയ സ്ഥലത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 75,000 രൂപ എങ്ങനെ ചെലവാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും. സർക്കാർ പുനർചിന്തനം നടത്തി പുതിയ മെമ്മോറാണ്ടം തയ്യാറാക്കണമെന്ന് VD സതീശൻ. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിന്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ചെലവായ തുകയുടെ കൃത്യമായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നാടൊറ്റക്കെട്ടായി നിന്ന് നടത്തിയ സേവന പ്രവർത്തനത്തിന് കണക്കുകൾ അവ്യക്തമായി കൂടാ എന്ന PK കുഞ്ഞാലിക്കുട്ടി. ദുരന്തത്തെ അതിജീവിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച രക്ഷാപ്രവർത്തകരുടെ സമർപ്പണത്തെ സർക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും മുസ്ലിം ലീഗ് നേതാവ് വിമർശിച്ചു. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ പണം ലഭിക്കാത്തതിന് കാരണക്കാർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ ആക്ഷേപം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ബാലശുക്കൂർ പറയുന്നു, ഒരു വീട് വെക്കാൻ സർക്കാർ കൊടുക്കുന്ന 1,30,000 രൂപ, ഒരു ബോഡി അടക്കാൻ ചെലവ് 75,000 രൂപ. നല്ല കണക്ക് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരല്ലേ കേട്ടോ. ഇത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം 1,30,000 രൂപയെ നമുക്ക് SDRFന്റെ മാക്സിമം ബാറാണ്. 1,30,000 രൂപ ഒരു പൂർണ്ണമായി തകർന്ന വീടിന് സ്കൂൾ പോയ 2 ലക്ഷം രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ നമ്മുടെ 1,30,000 രൂപയ്ക്ക് വയനാട് ഒരു വീട് വെക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? എവിടെയെങ്കിലും പറ്റുമോ? അപ്പോൾ അതുകൂടി നമ്മൾ മൊത്തത്തിൽ നമ്മൾ സമഗ്രമായി ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ പെരുപ്പിച്ചതാണോ അല്ലെങ്കിൽ ആക്ച്വലായി സർക്കാർ ഇതുവരെ ചെലവിട്ട കണക്കേത് എന്ന കണക്കൊക്കെ പുറത്തേക്ക് വരട്ടെ. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസ നഷ്ടമുണ്ടെങ്കിൽ സർക്കാർ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും വേണം. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് DGPയുടെ ശുപാർശയിൽ 5 ദിവസം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാതെ മുഖ്യമന്ത്രി. ശുപാർശ ഇതുവരെ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മേധാവിക്ക് കൈമാറിയില്ല. അന്വേഷണത്തിന് അനുമതി വൈകുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ആഴ്ചയാണ് ശുപാർശ നൽകിയത്. ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ, വൻതുക നൽകി തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീടിന്റെ നിർമ്മാണം, കേസ് ഒതുക്കാൻ 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു ശുപാർശ. ADGPക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാനാകില്ലെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് 5 ദിവസമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടില്ല. അന്വേഷണം വൈകുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ രംഗത്തെത്തി. ADGPയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGPക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല.
അതേസമയം DGPയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കാനാകുന്ന നിലപാടിലാണ് വിജിലൻസ്. ഇതിനിടെ അജിത് കുമാർ ആഡംബര വീട് നിർമ്മിക്കുന്നത് അന്വേഷിക്കണമെന്ന എറണാകുളം സ്വദേശിയുടെ പരാതി വിജിലൻസിന്റെ പരിഗണനയിലാണ്. 24 തിരുവനന്തപുരം. അനധികൃത പണം വരവ് തടയാൻ ശ്രമിച്ചതാകാം തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കാരണമെന്ന് മലപ്പുറം മുൻ SP S ശശിധരൻ 24നോട് പറയുന്നു. ഒരിക്കൽ പോലും കള്ളക്കേസ് എടുത്തിട്ടില്ല, കണക്കുകൾ ഇതുവരെ പെരുപ്പിച്ചിട്ടില്ല. PV അൻവർ MLAയുടെ പാർക്കിലെ റോപ്പ് നഷ്ടപ്പെട്ട കേസിൽ അന്വേഷണം നടന്നു വരികയാണെന്നും S ശശിധരൻ വ്യക്തമാക്കി. ഒരിക്കലും ഈ കള്ളക്കേസുകൾ എടുക്കരുത് എന്ന് എൻ്റെ കീഴ് ഉദ്യോഗസ്ഥരോട് ഞാൻ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒഫൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കേസെടുത്തലേ പറ്റുള്ളൂ. ഇല്ലീഗൽ മണി ഫ്ലോ നിർത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു ഞാൻ. അതിപ്പോൾ ഈ കോറി ലോബി ആവട്ടെ, ചെങ്കൽ കോറി, അതുപോലെ തന്നെ മണൽ, ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം, കുഴപ്പണം കടത്ത്, പിന്നെ സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം ശക്തമായ നടപടി എടുത്തിരുന്നു. ചെലവ് കുറഞ്ഞ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അട്ടിമറിച്ചത് സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ B ഉണ്ണികൃഷ്ണൻ എന്ന് വെളിപ്പെടുത്തൽ. വൻകിട കമ്പനിക്ക് വേണ്ടി B ഉണ്ണികൃഷ്ണൻ സർക്കാർ തലത്തിൽ വഴിവിട്ട് ഇടപെടൽ നടത്തി എന്നാണ് ഫെഫ്ക അംഗമായ ഉണ്ണി ശിവപാലിന്റെ ആരോപണം. ഉണ്ണി ശിവപാലിന്റെ ആരോപണം B ഉണ്ണികൃഷ്ണൻ തള്ളി. നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച എന്റെ ഷോ ബുക്കിംഗ് ആപ്പ്. ടിക്കറ്റ് നിരക്കിന് പുറമെ അധികമായി നൽകേണ്ടിയിരുന്നത് 10 രൂപ മാത്രം. ഇതിൽ 5 രൂപ സിനിമാ പ്രവർത്തകരുടെ ക്ഷേമനിധിയിലേക്കും 5 രൂപ തിയേറ്റർ ഉടമകൾക്കും ലഭിക്കും. നിലവിൽ വൻകിട ബുക്കിംഗ് ആപ്പുകളിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ടിക്കറ്റിനും 26 രൂപ മുതൽ 60 രൂപ വരെയാണ് നൽകേണ്ടി വരുന്നത്. ഈ കൊള്ള അവസാനിപ്പിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സിനിമാ മന്ത്രിയായിരിക്കെ ഏകീകൃത ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം പ്രഖ്യാപിക്കുന്നത്. UDF സർക്കാരിന് പദ്ധതി പൂർത്തീകരിക്കാനായില്ല. പിന്നീട് 2016-ൽ LDF സർക്കാർ പദ്ധതി ഏറ്റെടുത്തു. ഇതിനുശേഷമാണ് B ഉണ്ണികൃഷ്ണന്റെ ഇടനിലയിൽ വൻ അട്ടിമറി നടന്നതെന്നാണ് ഉണ്ണി ശിവപാലിന്റെ ആരോപണം. ടാക്സ് ഇവേഷൻ ഇല്ലാത്ത ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ ആരാ തുരങ്കം വെച്ച് ഇതുപോലെ ഒരു സംഘടനയുടെ മേൽപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ പേര് മാത്രം പറയാം, സംഘടനയുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല. ശ്രീ B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അതിന്റെ പിറകിൽ ഒന്നുണ്ടായിരുന്നത്. സിനിമാ വ്യവസായത്തിനും സർക്കാരിനും പ്രേക്ഷകർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതായിരുന്നു പദ്ധതി. ഇത് സർക്കാർ ഉടമസ്ഥതയിൽ നടപ്പിൽ വരാതിരിക്കാൻ B ഉണ്ണികൃഷ്ണൻ നടത്തിയ ഇടപെടലുകളുടെ തെളിവുകളും പുറത്തുവിടുമെന്ന് ഉണ്ണി ശിവപാൽ വ്യക്തമാക്കി. ആരോപണം തള്ളി B ഉണ്ണികൃഷ്ണനും രംഗത്തെത്തി. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുകയും ഇനി കൂടുതൽ തെളിവുകളായിട്ട് വരികയാണെങ്കിൽ ഞാനതിനെ നിയമപരമായിട്ട് നേരിടും. കാരണം ഒരു സർക്കാർ സംവിധാനത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് സർക്കാർ റിജക്ട് ചെയ്തൊരു സംഗതി ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അത് അങ്ങനെ ഒരു റിജക്ഷൻ പോസ്റ്റാക്കിയതെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിനെ വരെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയല്ലേ? വെളിപ്പെടുത്തലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് B ഉണ്ണികൃഷ്ണൻ. സിനിമാ മേഖലയിലെ പവർ പൊളിറ്റിക്സ് ആണ് എല്ലാത്തിനും പിന്നിലെന്നാണ് ഉണ്ണി ശിവപാലിന്റെ ആരോപണം. ആ പവർ പൊളിറ്റിക്സ് സർക്കാരിൽ എങ്ങനെ പിടിമുറുക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ഉണ്ണി ശിവപാൽ തന്നെ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ ഉണ്ണി ശിവപാൽ, ഇവിടെ B ഉണ്ണികൃഷ്ണൻ ഓഫ് ആൻഡ് ടൈം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2016-ലോ 17-ലോ മറ്റോ താങ്കൾ ആപ്പിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ B ഉണ്ണികൃഷ്ണൻ താങ്കളോട് ചോദിക്കുന്നു ഇതിന്റെ ഗേറ്റ്വേ സംവിധാനം എങ്ങനെയാണ്, ഇത് വലിയ എല്ലാ തിയേറ്ററുകളും ബന്ധിപ്പിക്കേണ്ടതാണ്, ഇതിന് സർക്കാർ ടാക്സ് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് താങ്കൾക്ക് മറുപടിയില്ല. പിന്നെ താങ്കൾ B ഉണ്ണികൃഷ്ണൻ അത് ഒരു പാസീവായ സംസാരമായി കേട്ട് അതങ്ങ് വിട്ടു, പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഉണ്ടായത്? പുള്ളി അങ്ങനെയാണോ പറഞ്ഞത്? എനിക്കറിയത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അത് B ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, നമസ്കാരം. അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകർ, നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ആദ്യം ആശ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആശ്മി അത് കൃത്യമായ പോയിന്റ് എന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, ദ പോയിന്റ് 1, പുള്ളി 2015-16 എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടോ ആദ്യം ചോദിക്കുക. പുള്ളി പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അന്ന് പുള്ളി പിന്നെ ഒരു കാര്യം ചെറിയ തിരുത്തുണ്ട്, ഞാൻ ഫെഫ്കയിലെ മെമ്പർ അല്ല കേട്ടോ. ഞാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ്, ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫിലിം ചേംബർ ആൻഡ് അമ്മ, ഇത്തരം സംഘടനകളെ ഞാൻ മെമ്പർ. ഞാൻ ഫിയാക്കിലും ഫെഫ്കയിലും മെമ്പർ അല്ല. ഓക്കെ, അപ്പോ പുള്ളി ബിസിനസ് താല്പര്യപ്രകാരം എന്നെ വിളിച്ചില്ല എന്ന് പുള്ളിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന കോടതിയിലേക്ക് വരട്ടെ. എനിക്ക് ഏറ്റവും വിശ്വാസം കോടതിയിലാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഒരു വിഷയമായിട്ട് വരുന്നതെന്നും ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ഒരാളെ ഒരു ചാൻസിൽ വെച്ച് വരുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്രയും വർഷത്തെ എന്റെ നിയമ പോരാട്ടം. ഓക്കെ, 2015-16 ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടിക്കറ്റിംഗ് മെഷീൻ സിസ്റ്റം ജനങ്ങൾക്കും സർക്കാർക്കും
പൊതുവെ സിനിമ ഗോഗറ്റേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്ന, ഗവൺമെന്റ് 1 രൂപ പോലും ചെലവില്ലാതെ BOT അടിസ്ഥാനത്തിൽ കെൽട്രോണിന്റെ സ്ട്രാറ്റജി പാർട്ണർഷിപ്പിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ പ്രൊജക്ട് ഞങ്ങളായിട്ട് ഒരു ഫോൺ വിളി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ ലണ്ടനിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു കോള് വരികയാണ്. ഓക്കെ, അതെന്താണെന്നൊക്കെ ഞാൻ കോടതിയിൽ കൃത്യമായിട്ട് അതിന്റെ പ്രൂഫ് അടക്കം ഞാൻ കൊടുത്തോളൂ. ഓക്കെ, താങ്കളെ ബന്ധപ്പെട്ടുണ്ട്. അല്ല, ബി ഉണ്ണികൃഷ്ണൻ താങ്കൾ ഇതിനായി പിന്നെയും വിളിച്ചിട്ടുണ്ട്, ഇതിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്, അങ്ങനെയാണോ? ആണ്, വിളിച്ചിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം ലണ്ടനിൽ കൊച്ചിയിലേക്ക് വരുന്നു സഹോദര. ഓക്കെ, അപ്പൊ അത് പുള്ളി ഒന്ന് കോമ്പൻസേഷന് ഒന്ന് കോടതിയിലേക്ക് ചാലഞ്ച് ചെയ്യട്ടെ, മാനനഷ്ട കേസായിട്ട് വരട്ടെ, അപ്പോഴാണ് എനിക്ക് ഏറ്റവും ഗുണം. ഓക്കെ, ഈ പവർ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ല പുള്ളി പറയും ഞാൻ ഫെഫ്കയാണ് അല്ലെങ്കിൽ ഞാൻ വേറൊരു സംഘടനയുടെ ഭാഗമാണ്, ഇതൊന്നല്ല. ആ സമയത്ത് നിങ്ങൾ ഓർമ്മയുണ്ടോ അറിയില്ല, ഏരിസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമാ തിയേറ്റർ തിരുവനന്തപുരത്ത്, സോഹൻ റോയ് ചേട്ടന്റെ ആ തിയേറ്ററിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടോ മാനേജ്മെന്റായി ബന്ധപ്പെട്ടോ ഒന്നും ക്ലിയർ പിക്ചർ ഇല്ല. പുള്ളി അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പുള്ളി ഇതിന്റെ എല്ലാ ലാക്കും കണ്ട് സിമിലർ ടിക്കറ്റ് മെഷീൻസ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വെക്കാൻ എന്നെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്ന ഉണ്ണിക്കം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോള്. അല്ലാന്ന് പുള്ളി പറയട്ടെ. അല്ല ഉണ്ണി ശിവപാൽ, താങ്കളുടെ ഈ ആപ്പ് അത് കോമ്പിറ്റന്റ് അല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഈ ടെക്നിക്കൽ നോഹോ താങ്കൾക്കില്ല. താങ്കൾക്ക് എന്ത് ആധികാരികമായിട്ടാണ് താങ്കൾ പറയുന്നത്, അതിനുള്ള എന്ത് ആധികാരികമാണ് താങ്കൾക്കുള്ളത് എന്നൊക്കെ ബി ഉണ്ണികൃഷ്ണൻ രാവിലെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒന്നാമത് എന്നെ ഒരു വെറും സിനിമക്കാരനായിട്ടാണ് കണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ടച്ച് സ്ക്രീൻ കിയോസ്ക് ഞാൻ പഠിച്ച് പാസ്സാട്ടാകുമ്പോൾ 96-97 മറൈൻ ഡ്രൈവിൽ വെച്ച, അന്ന് ഗൂഗിളൊന്നും ഇല്ല. ഓക്കെ, ഞാൻ എന്റെ വലിപ്പം പറയാനോ ഞാൻ എന്നെ ലാറ്റർ ചെയ്യുന്നതല്ല. ഓക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് പോലും അറിയാതെ. ഓക്കെ, പറയേണ്ട കാര്യങ്ങൾ പറയണം ഉണ്ണി ശിവപാൽ. ഇപ്പോ താങ്കൾക്ക് ഈ മേഖലയെ പറ്റി സാങ്കേതിക സംവിധാനം ഒന്നും അറിയാത്ത ഒരാൾ എന്ന നിലയ്ക്കാണ് ബി ഉണ്ണികൃഷ്ണൻ രാവിലെ ഇവിടെ പ്രതികരിച്ചത്. അതുകൊണ്ട് ചോദിച്ചാ അതിൽ രണ്ട് വശമാണ്. അങ്ങനെയാണെങ്കിൽ കെൽട്രോൺ പിരിച്ചുവിടണം. എന്റെ കമ്പനി കെൽട്രോണിന്റെ സ്ട്രാറ്റജി പാർട്ണറാണ്. യുനോ, വെറുതെ ഒരു സ്ട്രാറ്റജി പാർട്ണർ ആവാൻ പറ്റുമോ? ഓക്കെ, ടെക്നിക്കലി ക്വാളിഫൈ ചെയ്ത 2 പാർട്ട് ടെൻഡർ ആണ്. 2 പാർട്ട് ടെൻഡർ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്, പേപ്പർ ടെൻഡർ അല്ല. അതായത് ഫിനാൻഷ്യൽ ടെൻഡറും ടെക്നിക്കൽ ടെൻഡറും ബിഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആരാണെന്ന് ആർക്കും കാണാൻ പറ്റില്ല. ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ടിലും ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഒന്നിക്കൽ നമ്മുടെ സിസ്റ്റത്തിന് മൊത്തം കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ ലക്ഷ്യവും കുഴപ്പമുണ്ട്. എന്നെ വേറെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കോടതിയിൽ ഞാൻ ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണല്ലോ. ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഒരു സർക്കാർ സംവിധാനത്തിൽ നിങ്ങൾ കൊട്ടേഷൻ സമർപ്പിക്കുന്നു, അത് സർക്കാർ സംവിധാനത്തിൽ കൂടെ പരിശോധന തള്ളുന്നു, അതിന് ഞാൻ എന്ത് പഴിച്ചു എന്ന് ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചാലോ? അത് മാത്രമല്ല പുള്ളി ചോദിക്കേണ്ട. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ഒരു ആരോപണം നടത്തി, ആ ആരോപണത്തിന് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ വരട്ടെ. അത് കോടതി, കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഈ ചാനലിൽ അദ്ദേഹം ഞാൻ താങ്കൾ തമ്മിൽ ഒരു ഡിബേറ്റ് നടത്തിയോണ്ട് ഇതിന് ഉത്തരം കിട്ടുന്നില്ല. കോടതിയിൽ തന്നെ പ്രൂവ് ചെയ്യാനുള്ള തെളിവില്ലെങ്കിൽ ഞാൻ വരുമോ? സിനിമ ഇൻഡസ്ട്രിയിലെ മിക്കവാറും വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണിത്. പറയാ കഥയാണെന്നേ ഉള്ളൂ. ഓക്കെ, പുള്ളിയുടെ പവർ പൊളിറ്റിക്സ് എത്രമാത്രം പുള്ളി കളിച്ചു, പുള്ളി മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. പക്ഷെ പുള്ളി മുന്നിൽ നിന്ന് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ പുള്ളി പ്രവർത്തിച്ചില്ല എന്ന് പുള്ളിക്ക് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ സിനിമാ മേഖലയിലല്ല, ഞാൻ ഈ ഭാഗത്ത് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നില്ല. പോരെ. ഓക്കെ ഉണ്ണി ശിവപാൽ, എന്തായാലും അത് വരട്ടെ, അത് കോടതിയിലേക്ക് എത്തുമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്തായാലും അത് കുറച്ചാൾ കൂടി നീണ്ടു നിൽക്കും. താങ്കൾക്ക് അതിന്റെ ആധികാരിക രേഖയെ കൊണ്ടും താങ്കൾ പറയും. എന്തായാലും ഈ ആരോപണം ശരിവെക്കുന്ന കൂടുതൽ സിനിമാ പ്രവർത്തകരുണ്ട്. അത് സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു എന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ശരിവെക്കുന്നു. സംവിധായകൻ വിനയൻ, ഈ സംവിധായകൻ വിനയൻ ബി ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള എന്തെങ്കിലും എതിർപ്പിന്റെ പേരിൽ പറയുന്നതെന്ന് വെച്ചാൽ സാന്ദ്ര തോമസ് അത് ശരിവെക്കുകയാണ്. അട്ടിമറിൽ അന്വേഷണം വേണമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉണ്ണി ശിവപാലിന്റെ കേവലം ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന മട്ടിൽ ഒന്നും അറിയാത്ത ഒരാളുടെ എന്തോ ഒരു ആരോപണം എന്ന്, ഏതോ വഴിക്കൂടെ പോയൊരു ആരോപണം എന്ന നിലയ്ക്ക് കാണേണ്ടതാണോ എന്ന് സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിന് ആപ്പ് എന്താണെന്നും ആപ്പിൻ്റെ സാങ്കേതികത്വം എന്താണെന്നും അതിനുശേഷം ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെന്നും അതിനുള്ള തെളിവുകളുണ്ടെന്നും ഉണ്ണി ശിവപാൽ പറയുമ്പോൾ അത്തരത്തിലൊരു ഒഴുക്കൻ കമന്റിൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പോലും ശരിയാവുമെന്ന് അറിയില്ല. എന്തായാലും കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ണി ശിവപാലിനുണ്ട്. ഈ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അട്ടിമറിച്ചതിലൂടെ നടക്കുന്നത് വൻ കൊള്ളയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് 24നോട് പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരാണ് അട്ടിമറിക്ക് പിന്നിലെന്നും സാന്ദ്ര തോമസ് അറിയാമായിരുന്നു. അന്ന് നമ്മളോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതാണ്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതാണ്. അന്ന് ഭയങ്കരമായി അട്ടിമറിക്കപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? അത് ബി ഉണ്ണികൃഷ്ണനാണോ അങ്ങനെ ചെയ്തതെന്നുള്ളത് അതിപ്പം ഉണ്ണി ശിവപാൽ പറഞ്ഞു തന്നെയാണ് അന്നും അറിയാവുന്നത്. ഉണ്ണി ശിവപാലിന്റെ ആരോപണം ശരിവെക്കുകയാണ് സംവിധായകൻ വിനയനും. ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടു എന്ന് എന്നോട് ഉണ്ണി ശിവപാൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെ ആരൊക്കെയാ സപ്പോർട്ട് ചെയ്തെന്നും കൂടെ അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ചെറിയ ആരോപണമല്ല ഇത്. സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഉത്തരം പറയണം.
ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം സർക്കാരിന് കീഴിൽ തന്നെ വേണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാഗേഷ് പറഞ്ഞു. അട്ടിമറി ആരോപണം അന്വേഷിക്കണമെന്നും ആവശ്യം. ഗവൺമെന്റ് അത് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു, അതിന്റെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചതാണ്. അതൊരു ഘട്ടത്തിൽ അത് ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ കിടന്നു. ടെൻഡറിലെ അട്ടിമറി ശരിവെക്കുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്കും. സർക്കാരിന്റെ ഓൺലൈൻ ടിക്കറ്റിംഗ് ആപ്പിനേക്കാൾ മികച്ചതായിരുന്നു ഉണ്ണി ശിവപാൽ നിർമ്മിച്ച ആപ്പെന്ന് തിയേറ്റർ ഉടമയും ഫിയോക് ഭാരവാഹിയുമായ സുരേഷ് ബാലാജി. ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ അതിനേക്കാളും ഫാർ ബെറ്റർ ആണത്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കൈരളിയിലും ശ്രീയിലും ആക്ച്വലി ഉപയോഗിച്ചു ഫ്ലോപ്പായ ഒരു സോഫ്റ്റ്വെയർ അത്. അട്ടിമറി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 കൊച്ചി. സർക്കാരിന് ചിലതല്ലാത്ത വരുമാനം കിട്ടുമായിരുന്ന സംവിധാനമായിരുന്നു അത്. മാത്രമല്ല ഈ പറയുന്ന ഈ മേഖലയിലെ ചില ചില കുത്തകകൾ പോലെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുത്തക അവസാനിപ്പിക്കാൻ കഴിയുന്നതായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടെങ്കിൽ എന്തായിരുന്നു അതിന്റെ പിന്നിലെ നിക്ഷിപ്ത താല്പര്യമെന്ന അന്വേഷണം നിശ്ചയമായും വേണ്ടതുമാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറ് കയറ്റിക്കൊന്ന കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളുമായി തെളിവെടുക്കും. അരുൺരാജ് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, അന്വേഷണം ഇതുവരെയുള്ള വഴിയിൽ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ കോൺഫിഡൻസ് ഇല്ലേ? തീർച്ചയായും ഹാഷ്മി, അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ മേൽക്കൈ ഇക്കാര്യത്തിലുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ എല്ലാം തന്നെ പിടിക്കാൻ കഴിഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ കേസിൽ വലിയ ശക്തി പകരുന്നതാണ്. പക്ഷേ ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സ്പോട്ടിലെത്തിച്ച് തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതായ കാര്യം അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് നാളെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നാളെ കോടതിക്ക് മുമ്പാകെ എത്തും. ഈ കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഉടൻ തന്നെ ഈ സ്പോട്ടിലെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പായിരിക്കും ആദ്യം നടത്തുക. പിന്നീട് ഈ പ്രതി പോയ സ്ഥലങ്ങൾ, ഈ രണ്ട് പ്രതികളും സഞ്ചരിച്ച ഇടക്കുളങ്ങര വരെയുള്ള സ്ഥലങ്ങളിലും മറ്റൊന്ന് ഈ പ്രതിയായ അജ്മൽ പിന്നീട് ഒളിവിൽ പോയ സ്ഥലങ്ങളിലും അടക്കം പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശൂരനാട് പതാരം ഭാഗത്തുള്ള വീട്ടിലാണ് അജ്മലിനെ പിടികൂടുന്നത്. ആ വീട്ടിലും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അജ്മലിന്റെ ഫോൺ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കാര്യത്തിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നാളെ കഴിഞ്ഞുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്നത്. മറ്റൊന്ന്, അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന വകുപ്പിന് ഈ സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്, അത് ഈ ഓൺലൈൻ ഇടപാടാണ്, അത് ഓൺലൈൻ വഴി അപേക്ഷ നൽകും. ഇക്കാര്യത്തിൽ ഈ വാഹനം ഓടിച്ച് അപകടം വരുത്തുക, അത് നരഹത്യക്ക് ഇടയാക്കിയ സാഹചര്യം അടക്കം വിശദീകരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ അജ്മലിനെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ രേഖാമൂലമോ ഒരു വിശദീകരണം തേടും. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അജ്മലിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമോ അതോ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും അജ്മലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും അജ്മൽ ഇതുവരെയുള്ള അന്വേഷണ വഴിയിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ മുൻതൂക്കമുണ്ട്. അത് അങ്ങനെ തന്നെ പുരോഗമിക്കട്ടെ. കാര്യം അവർക്ക് ശിക്ഷ അർഹിക്കുന്നവരാണ്, അത് കിട്ടട്ടെ. ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മൊഴിയെടുത്തു. തിരക്കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലത്തെ ഹോട്ടലിൽ വെച്ച് വി കെ പ്രകാശ് കടന്നുപിടിക്കാൻ ശ്രമിച്ചതായിരുന്നു പരാതി. നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വി കെ പ്രകാശ് പറഞ്ഞു. ലീഗലാണ് ചെയ്യുക, ലീഗലായിട്ട് പോട്ടെ. നമ്മളതിപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാ കേസ് നടക്കുന്നുണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ലീഗലാവട്ടെ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇപ്പം ലീഗലായിട്ട് നമുക്ക് പോവാന്ന്, ലീഗലായിട്ട് പോകാന്നുള്ളതാണ് എൻ്റെ. കാരണം ലീഗലിനെ റെസ്പെക്ട് ചെയ്യാം. ഒന്നും നമുക്ക് പറയാൻ ഇപ്പം പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കേസാണ്, കോടതി നടക്കുന്നതാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ കേട്ടോ. അരുൺ, കൃത്യമായും അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രതികരണം തന്നെയാണ് തോന്നുന്നു. പക്ഷേ ഗൂഢാലോചനയൊന്നും സംശയിക്കുന്നില്ല പ്രകാശ്, അല്ലേ? തീർച്ചയായും 2022 ഉണ്ടായ പരാതിയാണ് അല്ലെങ്കിൽ സംഭവമാണ്. ആ സംഭവത്തിൽ ഇപ്പോഴാണ് പരാതിയായി പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തുന്നത്. ഇതിൽ മുൻകൂർ ജാമ്യം നിലവിൽ വി കെ പ്രകാശിനുണ്ട്. 2022 ഒരു തിരക്കഥ കേൾക്കാനെന്ന വ്യാജേന ഈ യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നു പിടിച്ചു എന്നതായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ മുൻകൂർ ജാമ്യം, ഈ പരാതിയിൽ അന്വേഷണം വന്നപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം തേടി വി കെ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി. ഇതിനുശേഷം 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നായിരുന്നു വി കെ പ്രകാശിനോട് കോടതി നിർദ്ദേശിച്ചത്. അതിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പള്ളിത്തോട്ടം സിഐക്ക് മുമ്പാകെ എത്തി ഈ മൊഴി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലടക്കം നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമിക പരിശോധനയിൽ വി കെ പ്രകാശ് ഈ യുവതിക്ക് റൂം എടുത്ത് നൽകിയതായും അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകിയതായും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നാളെയും മറ്റന്നാളും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. തുടർന്നായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുക. എന്തായാലും ഇതിന്റെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറുക. പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ ഇനി തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. ഓക്കെ.
ആരാണ് രാജാണ് രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകിയത്. ഇവിടെ രാധാകൃഷ്ണപിള്ള എന്നൊരാൾ പറയുന്നത് ഹാഷ്മി ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് വീഴാനും പാടില്ല എന്ന നിലപാടുള്ളതുകൊണ്ടാണോ സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ വിമർശിക്കാൻ മടിക്കുന്നത്? ചേട്ടാ, നമ്മുടെ ഒരു പഴയ 3-4 ഇൻട്രോ എടുത്ത് കണ്ട ചേട്ടൻ്റെ ആ സംശയം മാറും. എന്ന് പറഞ്ഞാൽ സർക്കാർ കാണിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടി കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ഒരു മടിയുമില്ലാതെ കർശനമായ ഭാഷയിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ഇതിലെ പ്രശ്നം എന്താണ്? ഇതിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വയനാടാണ്. സർവ്വവും തകർന്നൊരു വയനാടാണ്, ഒന്നുമില്ലാത്തൊരു വയനാടാണ്. അതിനെ നമുക്ക് കെട്ടിപ്പടുത്തേ മതിയാവുകയുള്ളൂ. കേന്ദ്ര സഹായം ഇതുവരെ അഞ്ചിൻ്റെ ചില്ലിപ്പൈസ ഈ വിഷയത്തിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതിനോടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടായിക്കൂടാ. അത് വിമർശിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല. വിമർശിക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പം പൂർണ്ണമായി മുടിഞ്ഞു കിടക്കുന്ന വയനാട് നൂന്ന് നിൽക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്കെല്ലാം എണ്ണി വിമർശിക്കാം. തൽക്കാലം വയനാടിനൊപ്പം തന്നെയാണ്. തിരുവനന്തപുരം ആനാവൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. ആലത്തൂർ സ്വദേശി ഷൈലിനായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയത്. അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് മണ്ണിനടിയിലായത്. മണ്ണിടിഞ്ഞു വീണായിരുന്നു അപകടം. ഷൈലിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MG പ്രദേശ് വിവരങ്ങളുമായി ചേർന്നു. പ്രദേശ്, ഷൈലിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആനാവൂരിൽ അപകടമുണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളിയുടെ ദേഹത്തോട് വീഴുകയായിരുന്നു. ഈ തൊഴിലാളിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒപ്പമുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം നിസ്സാര പരിക്കുകളോടെ ഈ തൊഴിലാളിയെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തു എന്നതാണ്. അല്പസമയം മുമ്പ് തൊഴിലാളി അവിടെ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഈ തൊഴിലാളികൾക്കുള്ളൂ. നെയ്യാറ്റിൻകര ആനാവൂർ സ്വദേശി ഷൈലനാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിയത്. ഈ ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി മണ്ണിടിഞ്ഞ് വീഴുകയും തൊഴിലാളി ഈ ചെറിയ കുഴിയിലേക്ക് അകപ്പെടുകയായിരുന്നു. വീണ ശേഷം തൊഴിലാളിക്ക് മുകളിലൂടെ കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് വീണതോടുകൂടിയാണ് ഈ മണ്ണിൽ തൊഴിലാളി അകപ്പെട്ടത്. ഈ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഏകദേശം 1 മണിക്കൂറോളം മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് പരിക്കുകളൊന്നും തന്നെ കൂടാതെ ആനാവൂർ സ്വദേശിയായ ഷൈലനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പരിക്കുകളൊക്കെ തന്നെ സാരമായ പരിക്കുകൾ എന്നതാണ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹാഷ്മി, MG പ്രതീക്ഷയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആ അപകടത്തിൽ ഷൈലിന് പരിക്കില്ലാതെ രക്ഷപ്പെടുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അത് രക്ഷാദൗത്യ സംഘത്തിന്റെ മികവ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണക്കാലത്ത് വാഹന വിപണിയിലും നല്ല ഉണർവാണ്. യുവാക്കളെ ലക്ഷ്യമിട്ട് സ്പോർട്ടി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പുതിയ ഡിയോ 125 പുറത്തിറക്കിയിരിക്കുകയാണ് ഹോണ്ട. വാഹനത്തിന് മികച്ച സ്വീകാര്യത കിട്ടുകയാണെന്നാണ് റിപ്പോർട്ട്. ഡിയോ wanna have fun? കുറച്ച് ഫൺ ആയാലോ? നല്ല പവറുള്ള ഫൺ ആയാൽ പിന്നെ ലൈഫ് ടൺ. നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും കൂടുതൽ പവറും കൂടുതൽ ഫണ്ടും പ്രദാനം ചെയ്യുന്ന സ്പോർട്ടി സ്റ്റൈലിഷ് മോട്ടോർ സ്കൂട്ടറാണ് ഡിയോ 125. കൂടുതൽ ഫൺ, കൂടുതൽ കരുത്ത് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നല്ലേ? മഫ്ലർ സൗണ്ട് ഉണ്ട്, സ്പോർട്ടിയർ ലുക്ക് ഉണ്ട്, എച്ച് സ്മാർട്ട് ടെക്നോളജി ഉണ്ട്. വാട്ട് നോട്ട്? റിയൽ ടൈം ഇൻഫോ, റിയൽ ടൈം മൈലേജ്, ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി ഈ വാഹനത്തെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ മീറ്റർ. ഇവനൊരു സ്കൂട്ടർ മാത്രമല്ല, കൗതുകങ്ങളുടെയും പുതുമയുടെയും പവർ ഹൗസ് ആണ്. അപ്പോ countdown starts to reveal the fun and only Dio wanna have fun? Dio 125. Is your heart set on to have fun? Do you wanna chase? Do you wanna race? Do you wanna get out and go to the race? Do you wanna flow? Do you wanna have fun? Power up! Do you wanna see? Do you wanna be the one who breaks the boundaries? Do you wanna play? Do you wanna play? Do you wanna power up? Hey! Do you wanna... Presenting Dio 125 with Edge Smart Technology. More power, more fun. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഉച്ചവാർത്ത യാത്ര തൽക്കാലം ഒന്ന് പൂർണ്ണമാവുന്നു.